മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള കോച്ചേരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഷീജ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഷീജ ചേച്ചി ചേട്ടന് എന്തോ ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു 8ന്റെ പണി തന്നെ ചേട്ടന് കൊടുക്കാം. ഓക്കെ, റെഡി? വാ. Once again, welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. അങ്ങനെ നമ്മൾ ഷീജ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുവാണ്. അമ്മ സ്കാനിങ് സെന്റർ എന്ന് പറഞ്ഞിട്ട് പനമ്പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 8 ബ്രാഞ്ച് ഉണ്ട്. അതിലെ മെയിൻ സെന്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. റിസപ്ഷനിസ്റ്റും പ്ലസ് ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. ചേട്ടൻ പ്രശാന്ത് ബ്യൂറേജിലായിരുന്നു. ടെമ്പററി സ്റ്റാഫ് ആയിരുന്നു. ഒരു 20 വർഷത്തോളം ബ്യൂറേജിലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ആൾക്ക് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഒരു കൂട്ടുകാരന്റെ കൂടെ ടാറ്റാ സ്റ്റീലിന്റെ ബ്രാൻഡിങ് വർക്ക് ഒക്കെയാണ്. ഓക്കെ, ചേട്ടന്റെ ഇവിടെ ക്യാരംസിന്റെ മറ്റേ ട്രോഫി ഇരിക്കുന്നത് കണ്ട്, നാടൻ പാട്ടിന്റെ ട്രോഫി കണ്ട്, എല്ലാത്തിലും പ്രശാന്ത് 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 എന്തൊക്കെയോ കുറെ കലകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത്? ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കിങ്സ് ഓഫ് കൊച്ചി എന്ന് പറഞ്ഞൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ട്. അത് കൊച്ചിയിലെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ ബ്രേക്ക് ഡാൻസ് മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ എന്ന പേര്. അപ്പോൾ അവിടെ നിന്ന് പരിപാടിയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാറുണ്ട്. ഇപ്പോൾ ചാനലുകളിലൊക്കെ ഞാൻ അത്യാവശ്യം പോയി. പിന്നെ അവിടെ ഒരു സൂംബ ക്ലാസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ മൈലാഞ്ചി രാഗം എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ ലൈവ് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. പുള്ളിക്കാരത്തി ആങ്കറായിട്ടും ഞാൻ പാടുന്ന ആളായിട്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ക്യാരംസ് രാജീവ് ഗാന്ധി വായനശാല എന്ന് പറഞ്ഞ ഇവിടെ ഞങ്ങളൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഇങ്ങനെ കോമ്പറ്റീഷൻസ് വെക്കാറുണ്ട്. അങ്ങനെ പാട്ടും ഡാൻസും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഞാനൊരു ഇല്ലിക്കൽ അമ്പലം, കുമ്പളങ്ങിയിലുള്ള ഇല്ലിക്കൽ അമ്പലത്തിലൊരു പരിപാടിക്ക് തെയ്യം ചെയ്തായിരുന്നു. ഡാൻസ് ഈ ആൻറ്റി ചേട്ടൻ കൊറിയോഗ്രാഫി ചെയ്തതാണ്. അപ്പൊ തെയ്യം ചെയ്തപ്പോൾ അവിടെ തെയ്യം ആണോ? ഒറിജിനൽ തെയ്യത്തിന്റെ സ്റ്റേജിന് വേണ്ടി ചെയ്തതാ. അതിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കഥകളി ആശാൻ, സുരേഷ് ആശാൻ എന്ന് പറഞ്ഞൊരു ആശാൻ കഥകളി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. പുള്ളി കണ്ടു. പിന്നെ ജോൺസൺ ആശാൻ സജസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ പുള്ളി വിളിച്ചു. ഇപ്പൊ പുള്ളിയുടെ കൂടെ കഥകളി പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് 8-9 പരിപാടികളായി. ഇപ്പൊ കഥകളി പരിപാടിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ എല്ലാത്തിലും കുറേശ്ശെ. എന്തൊക്കെയാണിത് ഞാൻ കേൾക്കണത്? കഥകളി, പിന്നെ തെയ്യം, പാട്ട്, ഡാൻസ്, ക്യാരംസ്, വേറെന്താ ഇനിയുള്ള? ഇനി എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക് ഇതുപോലെ എന്തൊക്കെ കരവരുത്? പുള്ളിക്കാരത്തി നന്നായിട്ട് പാടും. പ്രധാന നടിയാണ്, ആസ്ഥാന നടിയാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്, ഏഞ്ചൽസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഡാൻസിലൂടെയാണോ നിങ്ങൾ പരിചയപ്പെടുന്നത്? അല്ല, ഞാൻ ഡാൻസ് കളിക്കാൻ പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു? ഇല്ല. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. എന്താണ്, എത്ര പിള്ളേരാണ്? വീട്ടില് 2 കുട്ടികളാണ്, വൈഗ ആൻഡ് റയാൻ. വൈഗയെ പാറുക്കുട്ടി എന്നും റയാനെ മാനു എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി അറിയാം. അതിനു മുമ്പ് ചേച്ചി നമ്മളോട് ഞാൻ വന്നത് എന്തിനാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഭയങ്കര സ്നേഹത്തോടുകൂടി മോനെ വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ തെറി വിളിക്കുന്നത്. ഞങ്ങളിവിടെ വന്നത് ചേട്ടന് ഒരു കിടലം പണി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മലിഞ്ഞു കയറി വന്നത്. ഓക്കെ, അപ്പൊ പണി എന്താന്നുള്ളത് ഞാൻ തീരുമാനിക്കാൻ നല്ലത് ചേച്ചി പറയുന്നതാണ്. ചേച്ചിയെ നമുക്ക് എന്ത് പണി കൊടുക്കാം? അത് നമുക്ക് കുക്കിംഗ് കൊടുക്കാം. അടുക്കളയിൽ കയറാറുണ്ടോ? ഇല്ല, കയറാറില്ല. അതൊക്കെ അടിപൊളി, സൂപ്പർ. എന്ത് കൊടുക്കാം നമുക്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ചിക്കനാണ്. അപ്പൊ നമുക്ക് ചിക്കൻ കൊടുക്കാം. ചിക്കന്റെ ഫ്രൈ ആക്കി. ചിക്കൻ ഫ്രൈ സിമ്പിൾ അല്ലേ? അതെ, അത് ഷൂട്ടിന്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ എടുത്ത് തിന്നാനും പറ്റും. നമുക്ക് എടുത്ത് തിന്നാം. ചിക്കൻ ഫ്രൈ ആക്കിയല്ല ചേട്ടാ? ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ ചേട്ടന് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയോ? അതറിയില്ല. ചോദിച്ചത് ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയാൽ ഓക്കെ. ഇനി ഇവിടെ സമയമല്ല, അടുപ്പിക്കൂല, ആ വഴിക്കേ ചേച്ചിനെ കൊണ്ടുവരൂല. കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാം. എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി വേണം, പിന്നെ ഉപ്പ് വേണം, പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു ചിക്കൻ മസാലയും കൂടി ഇടണം. ചിക്കൻ മസാല വേണോ? ചിക്കൻ മസാല ആണെങ്കിൽ ഞങ്ങളൊരു സാധനം അങ്ങോട്ട് തരും. മൈ ചോയ്സിന്റെ നല്ലൊരു കിടിലൻ ചിക്കൻ മസാലയുണ്ട്. അത് വെച്ചിട്ട്
ബാക്കി സാധനങ്ങൾ ചേച്ചി പറഞ്ഞതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ അങ്ങ് ഉണ്ടാക്കണം. മിന്നിച്ചേക്കണേ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ചേച്ചിയുടെ സോപ്പ് ഇടാനുള്ള അവസാനത്തെ ഒരു ഓപ്ഷൻ ചേട്ടന് തന്നേക്കാണ്. ചേട്ടൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ചേട്ടൻ രക്ഷപ്പെട്ടു. പാവമാണ് കേട്ടോ, നല്ല മനുഷ്യൻ ചെയ്യാണ്, വീട്ടിലെ എല്ലാ ജോലികളും ഇങ്ങനെ നന്നായിട്ട് പാട്ട് പാടും, ആങ്കർ, അത് നല്ല ഇതാണ്. അതൊന്നുമല്ല, ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പാട്ടുകൾ ചേട്ടൻ പാടി തന്നായിരുന്നു, ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എനിക്ക് പാട്ട് പാടി തരുന്നില്ല. സത്യമാണോ? പാട്ട് പാടിത്തരും, ഞാൻ ചോദിക്കുമ്പോ ഏറ്റവും കൂറപ്പാട്ടാണ്. ഇനി മേലാ ചോദിക്കരുതെന്നുള്ള രീതിയിലാണ്. അല്ല, ഇവലെപ്പോഴും എന്നോട് പാട്ട് ചോദിക്കുമ്പോ ഞാൻ അപ്പത്തന്നെ പാട്ട് വേണം. ആ പാടല്ല, അഴകാന നീലിമയിലുയിരോടെ തീർപ്പ, ഇതല്ല വേറെ പാട്ട്, ഇതാണ് പാടണെന്ന് ചോദിക്കപ്പോ തന്നെ ഓക്കെ വേറെ പാടാം. ചോര വീണ മണ്ണിൽ നിന്ന് അവിടെ വെച്ച് പരിപാടി അത് പറ്റൂല. ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാണ്. ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാൻ വന്നത്. ഇഷ്ടമുള്ളിലുണ്ട്, ഇഷ്ടം പ്രകടിപ്പിക്കൂ, ഉള്ളിൽ വെച്ചിട്ട് ഷുവറായിട്ടും. കണനഴകുള്ള മാണിക്കുയിലേ, കടറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈമണി മാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, വന്നാട്ടെ 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 വന്നാട്ടെ. സൂപ്പർ. ഹാപ്പി ആയോ ചേച്ചി? സന്തോഷം. അപ്പൊ ഈ ഒരു സന്തോഷത്തോട് കൂടി നമുക്ക് അങ്ങ് പോവാം. ഇനി മാർക്ക് ഇടേണ്ട ചേച്ചിയാണ്. ചേച്ചി പാട്ടൊക്കെ പാടി അതൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ഇടണം. ഞാനത് കഴിക്കണോല്ലാന്ന് ആലോചിച്ചിരിക്കും. ഞാൻ നമ്മ വിളിക്കും, ഞാൻ വരില്ല, ഒക്കെ ഒറ്റയ്ക്ക് നേടിയെടുത്താൽ മതി എല്ലാം. ഓക്കെ, സോ എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ പ്രശാന്ത് ഏട്ടന്റെ ചിക്കൻ ഫ്രൈയിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞ പോലെ മൈ ചോയ്സിന്റെ സ്പൈസസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഞങ്ങൾ ചിക്കൻ മസാല മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, പക്ഷെ എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ വേണ്ടേ. അതുകൊണ്ട് മൈ ചോയ്സിന്റെ തന്നെ നല്ലൊരു അടിപൊളി കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. ഇതാണ് ഈ മഞ്ഞ കളറുള്ളതാണ് മഞ്ഞൾപ്പൊടി. ഇത് കറക്റ്റായിട്ട് അറിയാം. ഇത് കറക്റ്റായിട്ട് അറിയാം. ഇതാണ് കാശ്മീരി ചില്ലി പൗഡർ. എന്തായാലും ഈ സാധനങ്ങൾക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിക്കുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? നടി ചാടുകയാണല്ലോ, നമ്മൾ ആദ്യം തന്നെ ചിക്കൻ എടുക്കുന്നു. ചിക്കൻ വെച്ചതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ട് പെരട്ടി നമ്മൾ വെക്കുന്നു. ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് അത് വെച്ചതിന് ശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണിട്ട് പറക്കുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ചിക്കൻ എവിടെ വെച്ചേക്കണെന്നൊക്കെ അറിയാവോ? ചിക്കൻ ഫ്രിഡ്ജിലാണ്. സോ ചിക്കൻ എടുത്താലും ഷുവർ. ചേട്ടന് ഇഷ്ടപ്പെടുന്ന പീസസ് മാത്രം എടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ലൊരു ഐശ്വര്യം. നല്ല മഴയത്ത് ചൂടുള്ള ചിക്കൻ ഫ്രൈ തിന്നാൻ പ്രത്യേക രസമാണ്. കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്. യെസ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത പരിപാടി പൊടിയിടാം. അത് നമുക്ക് ഉപ്പി തുടങ്ങാം. ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ഈ ബ്രാൻഡായ മൈ ചോയ്സിന്റെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഓക്കെ, ചിക്കൻ മസാല നമുക്ക് പിന്നെ എടുത്തേക്ക് ഇടാം. അതിടാം. വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. ഇപ്പൊ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബ്രാൻഡായ മൈ ചോയ്സിന്റെ ചിക്കൻ മസാല. ഓക്കെ, ചേച്ചി പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചേട്ടന്റേതായ പൊടിക്കൈകൾ എന്തെങ്കിലും ഉണ്ട്? നാരങ്ങ പിഴിയണം, പിന്നെ ഒരു നുള്ളു വിനാഗിരിക്കണം. ഓക്കെ, ഇനി നമ്മളിത് മിക്സ് ചെയ്യുവാന്നേ. ചേട്ടന് എല്ലുള്ള പീസ് അധികം ഇഷ്ടമല്ല എന്ന് തോന്നുന്നല്ലേ? ഇറച്ചിയല്ല ഇഷ്ടം? തീർച്ചയായിട്ടും മനസ്സിലായി. അത് നോക്കി സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമുക്കിത് പെരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റോളം വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക്
എന്താണ് ഓയിലാണോ വെളിച്ചെണ്ണയാണോ എന്താണ് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ശുദ്ധമായ ചിക്കൻ ഫ്രൈ അതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ 5 മിനിറ്റ് ഇത് നമുക്ക് വെച്ചിട്ട് അപ്പൊ നമുക്ക് ആ ഗ്യാപ്പിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചേട്ടൻ കഥകളിയും അതുപോലെ തന്നെ തെയ്യം, ഈ 2 കലകളുടെ കാര്യം അവിടെ കൂടുതൽ മെൻഷൻ ചെയ്തില്ല. ശരിക്ക് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ കഥകളി പഠിച്ചിട്ടൊന്നുമില്ല. തെയ്യം അതുപോലെ തന്നെ പഠിച്ചിട്ടൊന്നുമില്ല. ഒന്നൊന്ന് കാണിക്കാൻ പറ്റും പേടിപ്പിക്കുന്ന സംഭവം. അതായത് തെയ്യം ഇപ്പൊ നമ്മള് ചിരിച്ചു കാണും. ഇതാണൊരു തെയ്യം. നമുക്ക് ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് ഈ സംഭവം എനിക്ക് നാട്ടും അറിയില്ല. പിന്നെ ഈ സുരേഷ് ശേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെബിച്ചേട്ടൻ പുള്ളി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഷിജു ആശാൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ശ്യാം ബ്രദർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതിന്റെ. അപ്പൊ അവരൊക്കെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പരിപാടികൾക്ക് വരുമ്പോൾ, കാരണം എൻട്രി ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ മുഖം എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിനിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ക്ലീൻ ഷേവിൽ നടക്കുന്നതിന്റെ ഉദ്ദേശം വരാത്ത ഒരു പ്രശ്നം ഉണ്ട്. എന്നാലും അപ്പൊ എന്നോട് ആദ്യം തന്നെ പുള്ളി ക്ലീൻ ഷേവ് ആയിരിക്കണോട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു. ആരോടാ അപ്പൊ അതില് ഇങ്ങനെ കഥകളുടെ മെയിൻ ആയിട്ട് ഇങ്ങനെ, അതായത് ചിരിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഈ പുരികം വെച്ചിട്ടുള്ള കളി അത് പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടിയതാണോ? ഇല്ല, അതൊക്കെ സുരേഷ് ആശാനും പറഞ്ഞാണ്. പിരികെ ഇങ്ങനെ പൊക്കണം, കണ്ണ് തുറന്നു പിടിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകണം. അങ്ങനെ ഞാനിപ്പോഴും അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നുള്ളൂ, ട്രെയിൻഡല്ല, എന്നാലും പഠിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ 5 മിനിറ്റ് ആയിരിക്കുകയാണ്. ചേട്ടാ, നമുക്കിനി ഇത് ഇനിയാണ് പരിപാടി. വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഇടുവാണേ. അപ്പൊ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. തിരിച്ചിടാനായിട്ടുള്ള ഭാഗമായിട്ടുണ്ട്. സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ഹോട്ടലിലൊക്കെ ആൾക്കാർ എങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചിട്ടത് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു സവാള കരിഞ്ഞ് ഗാർണിഷ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. കരയിപ്പിക്കുകയാണല്ലോ ചേട്ടാ. ഓക്കെ, ഇപ്പൊ നമുക്ക് സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ആയി നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വേപ്പിലും കൂടി മുകളിലൊന്ന് ഇട്ടാല് ഒന്നും കൂടെ ഭംഗിയായി. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവും. ശരിമേ. ഓക്കെ, അപ്പം നമ്മൾ വേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. പരിപാടി കഴിഞ്ഞു. നമുക്ക് സവാള ഇടുന്നത് നമുക്ക് മുകളിൽ പച്ചയായിട്ടാണ് ഇടുന്നത്. ശരി, അപ്പോൾ ഓക്കെ. അപ്പം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം സവാള ഇട്ടാ പോരെ? ഷുവർ. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു മോടി കൂട്ടാനായിട്ട് നമുക്ക് സവാള ഒന്ന് മുകളിൽ കട്ടൻ ചായയും മാഷിന്റെ പാട്ടും ചിക്കൻ ഫ്രൈയും അടിച്ച് കയറ്റാം. ഓക്കെ, മതിയാകും, ഓവറാക്കണ്ട.
ഓക്കെ സോ ഫൈനലി നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. മൈ ചോയ്സിന്റെ സ്പൈസസ് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. ചേട്ടാ മണമൊക്കെ കൊള്ളാട്ടോ, ഇത് പൊളിക്കും, ഇത് അടിപൊളി ആവാനുള്ള സാധ്യത ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോ അഹങ്കരിക്കാൻ വരട്ടെ, ഇത് ഞാനല്ല മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇതിന് മാർക്കറ്റ് ആള് ഞാനല്ല, അറിയാലോ. കണ്ടായിരുന്നോ കുക്കിംഗ് ഒക്കെ? ദൂരെ നിന്ന് കുറച്ചൊക്കെ നോക്കിയത്. എന്താണ് തോന്നിയത്? ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണേക്കാളും കൂടുതലൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രഥമ ദൃഷ്ടിയാൽ ഓക്കെയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ചേച്ചി പറയണം. ചേച്ചി ഐശ്വര്യമായിട്ടൊരു പീസ് എടുത്ത് കഴിച്ചാലും എന്താണ് ഓക്കെയാണോ? ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊരു 10 എത്ര മാർക്ക് കൊടുക്കാം? ഇട്ട് കൊടുക്കാം. കാരണം ഇത് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ കിട്ടുന്നേ. ആനന്ദാശ്രം ഞാൻ കാണുന്നു. ചേട്ടാ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. ഞാനൊരു പീസ് അടിച്ചു നോക്കട്ടെ? ഓക്കെ, സോ എന്തായാലും ചേട്ടൻ അടിപൊളിയായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ചേട്ടന്റെ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ചേച്ചി അറിയാലോ, ഒരു ഗെയിമും കൂടെ ഉണ്ട്. അതിന് പ്രിപ്പയർ ആണോ? പ്രിപ്പയർ ആണ്. ഓഹോ, ആ ഒരു കോൺഫിഡൻസ് കളിക്കളത്തിൽ കാണണം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അടുത്തായിട്ട് ഗെയിമിംഗ് സെഗ്മെന്റിലേക്ക് കിടക്കാണ്. ചേച്ചി പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാണ്. എനിക്കുള്ള പണി. അതെ, ചേച്ചിക്കുള്ള പണി ഇവിടെ ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചേക്കാണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ് ഗെയിം എന്നൊരു ഐഡിയ ഉണ്ടാ? അത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ചേച്ചിക്കുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബോൾ എടുക്കുക. ബോൾ എടുത്തിട്ട് ഇതെടുത്ത് ഒറ്റയടി പിടിക്കുന്നു. ഇട്ടാ മതി. എന്നിട്ട് ഈ അടിയിലുള്ള കപ്പെടുത്ത് നേരെ മുകളിലേക്ക് വെക്കണം. അപ്പൊ ഇതിങ്ങനെ കിടന്ന് ആടും. ഓക്കെ, എന്നിട്ട് അടുത്ത ബോൾ എടുക്കും. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കാണിച്ചിട്ട് അതിലേക്ക് ഇടുന്നു. വീണ്ടും ഈ അടിയിലുള്ള ഗ്ലാസ്സിൽ മാത്രമേ ചേച്ചി പിടിക്കാൻ പാടുള്ളൂ. ഏറ്റവും താഴത്തുള്ള ഗ്ലാസ്സിൽ മാത്രമേ ചേച്ചി പിടിക്കാൻ പാടുള്ളൂ. ഓക്കെ, വീണ്ടും മുകളിലേക്ക് ഇടുന്നു. അങ്ങനെ ബാലൻസ് ഇത് മുകളിലേക്ക് പോകുന്തോറും ബാലൻസ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് സൂക്ഷിച്ച് നമ്മൾ ഈ ഒരു 8 ഗ്ലാസും ചേച്ചി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാ പോണേ? ഡിന്നറിലേക്ക് പോകും. അപ്പൊ അത് മനസ്സിലാലോചിച്ചാൽ മതി. എനിക്ക് ബിരിയാണി തിന്നണം, എനിക്ക് ഇന്ന ഫുഡ് തിന്നണമെന്ന് മനസ്സിലാലോചിച്ചാൽ മതി. ഇതൊക്കെ താനെ വന്നോളും. നോക്കാം. ഓക്കെ, ഇതിനകത്ത് വേറൊരു സംഭവം പറയാനുള്ളത്, 1 മിനിറ്റ് ആണ് ചേച്ചിയുടെ സമയം. ഈ 1 മിനിറ്റിനകത്ത് 8 ഗ്ലാസ്സിലും ഇങ്ങനെ ബോൾ നിറച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. റെഡി അല്ലേ? ശ്രമിക്കാം. ഐശ്വര്യമായിട്ട് ഇതങ്ങ് പിടിച്ചാലും. കൈ വിറയ്ക്കുന്ന ചേട്ടന് പണി കൊടുത്തപ്പോ ആലോചിച്ചില്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമെന്ന്. ഓക്കെ, സോ ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടുത്തോ, സമയമുണ്ട്. ഇങ്ങനെ എറിയണം. ഓക്കെ, അടിയിലുള്ള ഗ്ലാസ്സിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. അത് പറ്റില്ല, അത് ഇവിടെ കുനിയാൻ പാടില്ല. ഇവിടെ നിന്ന് എറിഞ്ഞു പിടിക്കണം. ഓക്കെ, 23 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ്. ചേച്ചി കുനിയരുത്, ഞാൻ പറഞ്ഞു കുനിയരുത്. 35 സെക്കൻഡ്. ശക്തിയായിട്ട് ഇടണം. 40 സെക്കൻഡ്. 40 ശക്തിയായിട്ട് ഇടണം. 40 സെക്കൻഡ്. 50 സെക്കൻഡ് ആയി. 53. ഓക്കെ, ചേച്ചി ഇനി 3 ഗ്ലാസും കൂടെ ഉള്ളൂ. 5 സെക്കൻഡ് ഇനി ബാലൻസ് ഉള്ളൂ. 4, 3, 2, 1. തീർന്നിരിക്കുന്നു. 1 ഗ്ലാസ് ബാലൻസ് വെച്ച് ചേച്ചി ഈ ഒരു ഗെയിം അതിഗംഭീരമായി ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പകരം ഞങ്ങൾ വേറെ കുറെ ഗിഫ്റ്റ്സ് ചേച്ചിക്ക് തരുന്നതായിരിക്കും. ചേട്ടാ, ചേച്ചി ഇവിടെ ഗെയിം കളിക്കുന്നത് കണ്ടായിരുന്നോ? എന്താണ് അഭിപ്രായം? എവിടെയാണ് ചേച്ചിക്ക് പാളിപ്പോയത്? അത് ബോള് കുറച്ചും കൂടി പവറിൽ താഴേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു കുനിഞ്ഞ് ചെയ്യല്ലേ ശക്തിയായിട്ട് എറിഞ്ഞാൽ ശക്തിയായിട്ട് പോകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ് പിടിക്കായിരുന്നു. സാറിൽ വിഷമമുണ്ടോ ഡിന്നർ പോയതിൽ? ഇല്ല, പുള്ളിക്കാരത്തി ആദ്യം തന്നെ ഗിഫ്റ്റിന്റെ പാക്കറ്റ് കണ്ടു. അപ്പൊ ആ പുള്ളിക്കാരത്തിക്ക് അതാ താല്പര്യം, ഡിന്നറിന് പോകാൻ താല്പര്യമില്ല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാ. ശരി, നമുക്ക് എന്തായാലും ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒരാൾ വന്ന് ഡോറിന്റെ അവിടെ വന്നിട്ട് ഷീജ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഭയങ്കര ഗൈഡൻസ് ആയിരുന്നു. ചേച്ചി നമസ്കാരം. ചേച്ചി
നമസ്കാരം. ചേച്ചി ഫാമിലി ഫ്രണ്ട് ആണോ റിലേറ്റീവ് ആണോ? ഫാമിലി ഫ്രണ്ട് ആണ്. എങ്ങനെയാ ചേച്ചിയുടെ പേര്? എന്റെ പേര് ദിനിജ. ദിനിജ എന്ത് ചെയ്യുന്നു? ഞാൻ അമ്മാസ് കേന്ദ്ര മാനേജറായിട്ട് വർക്ക് ആ, ചെയ്യുന്നു. നിങ്ങൾ പുള്ളിക്കാരത്തി വഴിയായിട്ടാണ് പുള്ളിക്കാരത്തി ജോലി കിട്ടിയത്. ഓക്കെ, സോ ഗിഫ്റ്റിലേക്ക് കടക്കാണ്. ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് നൽകുന്ന നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, നാലാൾ അറിയുന്ന പുട്ട്. രുചിയുടെ കല രസായിക വാക്യൂം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സ് നൽകുന്ന നല്ലൊരു സമ്മാനം. നെക്സ്റ്റ്, ഫാം ഹൗസിന്റെ നല്ലൊരു ഉപഹാരം. നെയ്യും വെണ്ണയും വേർതിരിക്കാതെ യഥാർത്ഥ പശുവിന്റെ പാലും തൈരും. അടുത്തതായി റിച്ച് ഇൻ ന്യൂട്രീഷൻ സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്സിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. അപ്പൊ എന്തായാലും ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡിന് നമുക്കൊരു പണി കൊടുത്താലോ? സെറ്റ്. ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. നിങ്ങളുടെ ഹസ്ബൻഡിനോ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും നമുക്കൊരു കിടിലം പണി കൊടുക്കാം. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.